സംഗമഗ്രാമ നാട്യരംഗമിതാ സംഗമഗ്രാമ നാട്യരംഗമിതാ ശതകാർത്ഥ സംഗമം ആഘോഷിപ്പൂ തുംഗശോഭം തുംഗശോഭം സ്വാഗതം 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 നമസ്കാരം. 6-ാം ദിനത്തിലെ ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷൻ ആരംഭിക്കുകയായി. നളചരിതം ആട്ടക്കഥയിലെ അർത്ഥനിഷ്കർഷ ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കേണ്ട ഒരു സാഹചര്യം ഒക്ടോബർ നടന്ന നളചരിത പ്രഭാഷണ പരമ്പരയുമായി ബന്ധപ്പെട്ട് നടത്തിയ അജയൻ മാഷും വേണുസാറും പീശപ്പള്ളി രാജീവനും ചുള്ളിയാട്ടമായിട്ട് ബന്ധപ്പെടുത്തി വരികയും അതിനൊരു ഡിസ്കഷൻ നടത്തുകയും ഈ ഒരു പാഠാന്തരങ്ങളുടെ ഇല്ലെങ്കിൽ അർത്ഥത്തിൻ്റെ വ്യക്തത മുദ്രകളിലും പ്രയോഗത്തിലും നടൻ പ്രയോക്താവ് അരങ്ങിൽ പാലിക്കേണ്ട ആ ഒരു കഥകളിയുടെ ഒരു സംസ്കരണം അല്ലെങ്കിൽ ഒരു സംസ്കാരം ആ ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ചുള്ള പ്രഭാഷണമാണ്. പീശപ്പള്ളി രാജീവനാണ് ഈ പ്രഭാഷണത്തിന് ഈ ഒരു വിഷയം വേണമെന്ന് ആവശ്യപ്പെടുകയും ആ വിഷയത്തെ അധികരിച്ചുകൊണ്ട് പ്രഭാഷണം നടത്താമെന്ന് അദ്ദേഹം അന്ന് അത് സമ്മതിക്കുകയും ചെയ്തു. പീശപ്പള്ളി രാജീവൻ്റെ കഥകളുടെ പ്രേക്ഷകരുടെ മുമ്പിലോ ഇരിങ്ങാലക്കുടയ്ക്കോ പ്രത്യേകമായി ഒരു ആമുഖം ആവശ്യമില്ല. കഥകളി ക്ലബ്ബുമായി നീണ്ട കാലത്തെ ബന്ധം, KKF-ഉമായി ദുബായ് തിരുനോട്ടവുമായുള്ള ബന്ധം, ഇങ്ങനെ നിരവധി ബന്ധങ്ങൾ ഇരിങ്ങാലക്കുടയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് സാദരം ഈ ഒരു പ്രഭാഷണത്തിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. രാവിലത്തെ സെഷനിലെ ഗംഭീരമായ 2 പ്രഭാഷണം എത്രത്തോളം നേത്രോന്മീലനം നടത്തുന്നതാണെന്നും എത്രത്തോളം ഊർജദായകമാണെന്നും നമുക്കേവർക്കും ബോധ്യപ്പെട്ടതാണ്. മഞ്ജുഷയുടെ പ്രഭാഷണമായാലും ശ്രീചിത്രൻ്റെ പ്രഭാഷണമായാലും അത് കേൾക്കാൻ സാധിച്ചത് ഒരു പക്ഷേ വലിയൊരു അസറ്റായി വ്യക്തിപരമായി എനിക്ക് തോന്നുന്നു. ഈ സെഷനെക്കുറിച്ച് ശ്രീ രമേശ് നമ്പീശൻ സൂചിപ്പിച്ച പോലെ യദൃച്ഛയാ എൻ്റെ വായിൽ നിന്നും വന്ന വീണ ഒരു വാക്കാണ് എന്നെപ്പോൾ ഈ വെറുതാങ്ങിയുടെ പിന്നിൽ നിർത്തുന്നത്. ലോകത്ത് മുഴുവൻ തിയേറ്റർ എന്നുള്ള സങ്കല്പം, രംഗകല എന്നുള്ള സങ്കല്പം വല്ലാത്തൊരു അപജയം. അത് പെർഫോമൻസ് വൈസ് അല്ല, രംഗ അവതരണത്തിൻ്റെ പേരിലല്ല, ആസ്വാദക പക്ഷത്തു നിന്ന് വല്ലാത്ത ഒരു വിട്ടു നിൽക്കൽ, അടർന്നു പോവൽ അനുഭവിക്കുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തെ എല്ലാ ഇടതുപക്ഷ ചിന്തകരും പ്രവചിച്ചിരുന്നൊരു സംഗതി സാമ്രാജ്യത്വത്തിൻ്റെ അധിനിവേശം അല്ലെങ്കിൽ കമ്പോള വ്യവസ്ഥ ലോകത്തെ മുഴുവൻ അതിൻ്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ പോകുന്നതിൻ്റെ ദുരന്ത സൂചന നൽകിയിരുന്നു. അന്നും നമ്മളിത് ഇത്രത്തോളം, ഇനി ഇതിലേറെ ഭീകരമാകാൻ പോവുകയാണ്, ഇത്രത്തോളം ഭീകരമാകും എന്ന് വ്യക്തിപരമായി ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല.
സമ്പത്തിനെ അല്ലെങ്കിൽ ധനാഗമ മാർഗങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും ലാഭമാണ് പ്രധാന ജീവിത ലക്ഷ്യം എന്ന രീതിയിലേക്ക് നമ്മുടെ മൈൻഡിനെ സെറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആ വാണിജ്യവൽക്കരണത്തിൻ്റെയും സാമ്രാജ്യത്വത്തിൻ്റെയും പിടിയിലാണ് ഇപ്പം ലോകമെങ്ങുമുള്ള രംഗകലകളെല്ലാം. ഇപ്പോൾ ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളിൽ ഒരു കാലത്ത് നടന്നിരുന്ന സാംസ്കാരിക പ്രവർത്തനങ്ങളെല്ലാം അവിടുത്തെ മഞ്ഞുകാലത്തേക്കാൾ തീക്ഷ്ണമായ മഞ്ഞുവീഴ്ച അനുഭവിച്ചുകൊണ്ട് അതിനെ മറികടക്കാൻ സാധിക്കാത്ത നിലയിൽ ഉഴലുകയാണ് എന്ന് നമ്മുടെ ചില സുഹൃത്തുക്കൾ പറഞ്ഞപ്പോൾ അറിഞ്ഞു. അവർ കൂട്ടിച്ചേർത്തൊരു സംഗതി, കേരളത്തിലേക്ക് നോക്കുമ്പോൾ, ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ എന്നല്ല കേട്ടോ അവർ പറഞ്ഞത്, കേരളത്തിലേക്ക് നോക്കുമ്പോൾ പ്രതീക്ഷയുടെ ചില തുരുത്തുകൾ ഞങ്ങൾ കാണുന്നു. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഇപ്പോഴും കഥകളിയും കൂടിയാട്ടവും മോഹിനിയാട്ടം പോലുള്ള നൃത്തരൂപങ്ങളുമൊക്കെ വേണ്ടത്ര ഗൗരവത്തോടെ അവതരിപ്പിക്കപ്പെടുകയും ആസ്വദിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മളെ സുഖിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ആലോചിച്ചപ്പോൾ അതിൽ കുറച്ച് കാര്യമുണ്ട്, കുറച്ച് സംഗതി ഉണ്ട് എന്ന് തോന്നി. NGOs എന്ന് നമ്മൾ വിളിക്കുന്ന ഭരണത്തിന് പുറത്തു നിൽക്കുന്ന അല്ലെങ്കിൽ അധികാരത്തിന് പുറത്തു നിൽക്കുന്ന സംഘങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾ കേരളത്തിൽ നടത്തുന്ന സാംസ്കാരിക പ്രവർത്തനം ഒരു പക്ഷേ ലോകത്തിന് തന്നെ മാതൃകയാവുന്ന തരത്തിൽ വളർന്നിട്ടുണ്ട്. അത് ലാഭേച്ഛയോടെ ഉള്ളതല്ല, തികച്ചും ഒരു കലയെ അല്ലെങ്കിൽ കുറേ കലാരൂപങ്ങളെ അറിയാനും ആസ്വദിക്കാനുമുള്ള ആഗ്രഹത്തിൽ നിന്നും അതിനുള്ള പ്രേക്ഷകരെ ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി അവർ സ്വന്തം നിലയ്ക്കും അല്ലെങ്കിൽ ഒരു സംഘമോ നടത്തുന്ന പരിശ്രമങ്ങളാണ്. ഒരു പക്ഷേ ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി ക്ലബിൻ്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ വിപുലമായ പരിപാടി തന്നെ ഈ സംഗതിക്ക്, അതായത് കേരളത്തിൽ പ്രതീക്ഷയുടെ തുരുത്തുകൾ കാണാം എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അത് കഥകളിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ നളചരിതത്തെ ആസ്പദമാക്കി, നളചരിതത്തിൽ ഊന്നി അതിൻ്റെ വിവിധ രചിത പാഠങ്ങളും രംഗപാഠങ്ങളും പരിചയപ്പെടുകയും അവതരണങ്ങൾ കാണുകയും ഒക്കെ ചെയ്യാനുള്ള പുതിയൊരു ആശയവും അവൻ്റെ ആവിഷ്കാരവും നടക്കുമ്പോൾ ചെറിയൊരാശങ്ക വല്ലപ്പോഴും കഥകളി കളിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എൻ്റെ മനസ്സിൽ രൂപപ്പെട്ടതാണ് ഞാൻ ശ്രീ രമേശ് നമ്പീശനുമായി പങ്കുവച്ചത്. അത് കൃത്യമായ കളരിപാഠമുള്ള, കളരി വഴക്കമുള്ള ആട്ടക്കഥകൾ അരങ്ങിൽ അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന നിഷ്കർഷയും ശ്രദ്ധയും പലപ്പോഴും നളചരിതം പോലുള്ള കഥകൾ അവതരിപ്പിക്കുമ്പോൾ നഷ്ടമാകുന്നു. അതിൻ്റെ ഫലമായി ഒരു പക്ഷേ വ്യാഖ്യാന ഭേദങ്ങൾ ഉണ്ടാവാം. നളചരിതത്തെ ഇപ്പം മഞ്ജുഷ രാവിലെ പറഞ്ഞ പോലെ 10ഓ 16ഓ തരത്തിലുള്ള നളചരിത വ്യാഖ്യാനങ്ങളുണ്ട്. വ്യാഖ്യാന ഭേദങ്ങളെ നമുക്ക് അംഗീകരിക്കാം. പക്ഷേ ഇതിൻ്റെ അർത്ഥനിഷ്കർഷ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പ്രയോക്താവിനോ പ്രേക്ഷകർക്കോ മനസ്സിലാകാത്ത രീതിയിൽ ഒരു അനിശ്ചിതത്വം അരങ്ങിൽ പലപ്പോഴും കാണുന്നു. അത് പ്രധാനമായിട്ടും പ്രകടമായി കാണുന്നത് ദൗർഭാഗ്യവശാൽ വേഷക്കാരിലാണ്. ഒരു രംഗത്തെ ഡിസൈൻ ചെയ്ത ആചാര്യന്മാർ ഡിസൈൻ ചെയ്ത പാതയെ നമുക്ക് പിന്തുടരാം, വഴി മാറി നടക്കാം, ഏത് വ്യാഖ്യാനം വേണമെങ്കിലും എടുക്കാം. പക്ഷെ അവനവൻ തിരഞ്ഞെടുക്കുന്ന വ്യാഖ്യാനം ഭേദത്തെ എങ്ങനെ പ്രേക്ഷകരിൽ എത്തിക്കാം എന്നുള്ള പൂർണ്ണ ബോധ്യം പ്രയോക്താവിനില്ലെങ്കിൽ അത് വല്ലാത്തൊരു ദുരൂഹത മാത്രമേ അരങ്ങിൽ സൃഷ്ടിക്കുള്ളൂ. അതൊരു പ്രശ്നമായി തോന്നുന്നുണ്ട് എന്ന എൻ്റെ ഒരു വാക്കാണ് എന്നെ ഇപ്പോൾ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഞാനിത് പറയുമ്പോഴും ഇങ്ങനൊരു
ഇത് വേണ്ടിവരും ഞാൻ പ്രതീക്ഷിച്ചില്ല. വേറെ ആരെങ്കിലും വിളിച്ച് ഈ ഡോക്ടർമാരെ അനുമതിയുള്ള നാടാണല്ലോ കേരളം. ഏതെങ്കിലും ഡോക്ടർ വന്ന് പറയുന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. കമ്പൗണ്ടറെ വിളിച്ചിട്ട് ഈ പണി ഏൽപ്പിക്കുന്നു ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിച്ചപ്പോൾ അല്ല ഇതിങ്ങനെ ഭാരം ഏൽപ്പിക്കപ്പെട്ടപ്പോൾ മുതൽ ഞാൻ കഥകളിയിൽ ലഭ്യമായ നമ്മുടെ ചെറിയ അനുഭവമൊക്കെ വച്ചിട്ടും അല്ലെങ്കിൽ ഒക്കെ ആലോചിച്ചപ്പോഴും ഇതിലെനിക്ക് ഏറ്റവും എളുപ്പമായൊരു മാർഗം തോന്നിയത് ഗോപി ആശാൻ, കലാമണ്ഡലം ഗോപി ആശാൻ നളചരിതത്തിന് ഒരു രംഗഭാഷ എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. അത് നളചരിത പ്രഭാവം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അത് ഒരു നിലയ്ക്ക് അനുഗ്രഹം. മറിച്ചൊന്നും ചിന്തിക്കാതെ ഒരു പ്രയോക്താവിന് അനുവർത്തിക്കാവുന്ന രീതിയിലാണ് ആശാൻ ആ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. ദൗർഭാഗ്യം എന്താ വെച്ചാൽ ആ പുസ്തകത്തെയും ഫോളോ ചെയ്യുന്നില്ല എന്നിടത്ത് കാര്യങ്ങൾ എത്തുന്നുണ്ട്. ഏതെങ്കിലും അല്ലെങ്കിൽ രംഗനൈഷധം എന്ന വാസുപ്രസാദാശാന്റെ പുസ്തകമുണ്ട്. അതിനു മുൻപ് കലാമണ്ഡലം കൃഷ്ണനാരാശാന്റെ പുസ്തകമുണ്ട്. കഥകളി പ്രയോക്താക്കളുടെ ഏതായിട്ട് ഈ മൂന്നെണ്ണേ എൻ്റെ അറിവിലുള്ളൂ. ഈ പുസ്തകങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ ഫോളോ ചെയ്താൽ തന്നെ, അനുവർത്തിച്ചാൽ തന്നെ നമുക്ക് തടി കേടാവാതെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ലാതെ അല്ലെങ്കിൽ ദുരൂഹതയില്ലാതെ അരങ്ങാവതരണം നടത്താൻ സാധിക്കും. പക്ഷെ അത് പലപ്പോഴും നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. മുദ്രാപരിചയം എന്ന ഒരു വിപുലമായ പരിപാടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നുണ്ട്. മുദ്രകൾ പരിചയപ്പെടുന്നുണ്ട്. പഴയ കാലത്തെ പ്രേക്ഷകരെക്കാൾ ഇപ്പോഴത്തെ പ്രേക്ഷകർക്ക് കഥകളി മുദ്ര കണ്ടാൽ മനസ്സിലാകുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും വ്യക്തമല്ലാത്ത മുദ്ര കാണിച്ച് അല്ലെങ്കിൽ അവിടെയും ഇവിടെയും തൊടാതെ കാണിച്ച് രക്ഷപ്പെടാമെന്നുള്ളൊരു അവസ്ഥ ഒരു പ്രയോക്താവിനും ഇല്ല. ഈ ബോധം പ്രയോക്താവിന് ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് അയാൾക്ക് ബോധ്യം ഉണ്ടാവുക. അതില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും അത് എങ്ങനെ കാണിച്ചാലും വിരോധമില്ല എന്നായിത്തീരുന്നത്. ഇപ്പൊ ഉദാഹരണം, അന്വയിച്ച് കാണിക്കണോ, അന്വയിച്ച് മുദ്ര കാണിക്കേണ്ടത് വേഷക്കാരൻ്റെ അല്ലെങ്കിൽ വേഷക്കാരിയുടെ അഭിനേതാവിൻ്റെ ഉത്തരവാദിത്തമാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ശ്രീ രാജാനന്ദനൊക്കെ ഇത് വേഷക്കാരൻ്റെ ബാധ്യതയല്ല, നിങ്ങൾ മലയാളം മുൻഷിയുടെ പണിയൊന്നും എടുക്കണ്ട എന്നാണ് രാജാനന്ദൻ്റെ ഭാഷ. നിങ്ങൾ ആ മുദ്രയാണ് കാണിച്ചാൽ മതി. രാജാനന്ദൻ പ്രയോക്താവല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് പറഞ്ഞ് രക്ഷപ്പെടാം. പ്രയോഗിക്കുന്നവനെ അതിൻ്റെ വിഷം അറിയുള്ളൂ. ഒരു ഉദാഹരണം ഞാൻ പറയാം. നളചരിതം 1-ാം ദിവസത്തിൽ നാരദന്റെ പദം തുടങ്ങുന്നത് ഭീഷിത രിപു നികര എന്നാണ്. അന്വയിക്കേണ്ട എന്നാണ് രാജാനന്ദനെ പോലുള്ള പലരും പറയുന്നത്. അങ്ങനെയാണ് മുദ്ര വരിക. ഭീഷിതം എന്ന് പറയുന്നത് ഭയം എന്നേ ഒരു മുദ്രയുള്ളൂ. രിപു ശത്രു, നികരം കൂട്ടം. മുദ്ര പഠിച്ചവനാണ് മുമ്പിലിരിക്കുന്നത്. മുദ്രാ ക്ലാസ്സിൽ മയ്യനാട് രാജീവൻ്റെയും പീശപ്പള്ളി രാജീവൻ്റെയും ഒക്കെ മുദ്രാ ക്ലാസ്സിലൊക്കെ പോയിട്ടുള്ള ആൾക്കാരാവും മുമ്പിലിരിക്കുന്നത്. അവർക്കിത് കണ്ടാൽ മനസ്സിലാവും. അവർ കൃത്യമായിട്ട് ഫോളോ ചെയ്യും. ഭീഷിത, ഭയം, രിപു, കൂട്ടം എന്ന് കാണിച്ചു. അതിന് പേര് കാണിച്ച രാജാവ്. അപ്പം നമ്മുടെ മുദ്രാ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് കോണ്ടെക്സ്റ്റിലെ രാജാവാണ് അവൻ നൈഷധ. ഇത് ഇവർ കൂട്ടി നോക്കുമ്പോൾ ഭയം, ശത്രു, കൂട്ടം, നളൻ. സംഗതി പ്രശ്നമില്ലേ? അപ്പോ ഇവിടെ അങ്ങനെ അന്വയിച്ച് കാണിക്കേണ്ടയിടത്ത് അന്വയിച്ച് കാണിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അതിനെന്ത് വേണം? ഈ വേഷക്കാരൻ ഇത് അന്വയിക്കുമ്പോൾ ഉണ്ടാകുന്ന അർത്ഥത്തെക്കുറിച്ച് ബോധവാനാവണം. ഇങ്ങനെ നളചരിതത്തിൻ്റെ അവതരണത്തിൽ മുഴുവൻ എന്നല്ല, അവിടങ്ങളിലായിട്ട് 3-ാം ദിവസത്തിലേക്ക് കിടക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും ഭീകരമായ അവസ്ഥ എനിക്ക് തോന്നിയിട്ടുള്ളത്. 3-ാം ദിവസത്തിൽ ലോകപാലന്മാരെ മുതൽ 1-ാം ദിവസം കഴിഞ്ഞാൽ 2-ാം ദിവസമൊക്കെ ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ അതൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് പോകാം. 1-ാം ദിവസത്തിൽ തന്നെ
ഹംസത്തിൻ്റെ പദം സാമരധാമവധൂജന അല്ലേ, എന്താ മതഭൂമ വിരാമത കോമളിമ. ഇത് ഈ കാമ്പോജി രാഗാവുക താരസ്ഥായിൽ അല്ല എന്താ താരസ്ഥായി തന്നെയല്ലേ പറയാ, താരസ്ഥായിൽ ഇങ്ങനെ പാടുക സാമരധാമവധൂ എന്നൊക്കെ പാടുമ്പോൾ കേൾക്കാനൊക്കെ നല്ല രസമുണ്ട്. അപ്പം ഈ വേഷക്കാരെന്ത് വെച്ചു ചിറകുണ്ടല്ലോ, ചില മറവ് നമുക്ക് ആവശ്യമുണ്ടല്ലോ. പൊതുവെ തന്നെ കഥകളിക്കാർക്ക് കുറേ മറവുണ്ട്. ഉടുത്തുകെട്ടുണ്ട്, കുപ്പായുണ്ട്, അഡീഷണൽ ആയിട്ട് ഇതിന് കൊക്കുണ്ട്, ചിറകുണ്ട്. അപ്പം മുഖത്ത് എന്താ പറഞ്ഞതെന്ന് ഒരാൾക്ക് മനസ്സിലാവില്ല. കൈകൊണ്ട് എന്താ കാണിക്കണം സംശയം വന്നാൽ അപ്പം എന്തിൻ്റെ ഉള്ളിടാം, ചിറക്. അപ്പം സാമരധാമവധു എന്നുള്ള മുദ്ര എന്താവും? അപ്പം ഇത് അവിടെ അത് വൃത്തിയായിട്ട് അന്വയിച്ച് കാണിക്കേണ്ട ഉത്തരവാദിത്വം ഈ അഭിനേതാവിനുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് രക്ഷപ്പെടുകയല്ല വേണ്ടേ, ആ ഉത്തരവാദിത്വത്തെ വളരെ കൃത്യമായി ഏറ്റെടുക്കുകയാണ് ഒരു പ്രയോക്താവ് വേണ്ടത്. പിന്നെ ഉണ്ണായിമാര് ഇവിടെ മഞ്ജുഷയും ശ്രീചിത്രനും പറഞ്ഞ പോലെ കഥകളിക്കാർക്ക് പണി കൊടുക്കുന്ന കുറേ പ്രയോഗങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഊർജിതാശയ എന്നുള്ള വാക്ക് തന്നെ എന്തൊക്കെ കാണിച്ചാലാണ് ഈ ഊർജിതാശയമാവുക. ഊർജിതാശയൻ എന്നുള്ള പ്രയോഗം എന്ന വിശേഷണം, ഊർജിതാശയ എന്നുള്ളതിന് എന്ത് മുദ്ര, ഗോപ്യാശാന പുസ്തകത്തിൽ മനസ്സ്, ആഴം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അവിടെയും ഈ ഊർജിതാശയം എന്നുള്ളതിൻ്റെ അതിലേക്ക് എത്തുന്നുണ്ടോ എന്ന് സംശയമുള്ള ആൾക്ക് ചിലപ്പോൾ വേണ്ടി വന്നാൽ പുതിയതൊന്ന് പ്രയോഗിക്കാനുള്ള അവസരവും കഥകളിലുണ്ട്. മറുപടി പദത്തിലെ പ്രിയമാനസ നീ പോയി വരണം, പ്രിയമാനസ എന്നുള്ളതിന് എന്താ കാണിക്കാറ്? അങ്ങനെ ഉണ്ണായിമാരുടെ വിശേഷണങ്ങളൊക്കെ കഥകളിക്കാരുടെ മുമ്പിൽ തട്ടിത്തകർന്ന് തവിട്ട് പൊടിയാവുക. കഥകളിക്കാർക്കൊരു അഹങ്കാരമുണ്ട്, ഞങ്ങളുടെ കയ്യിൽ മുദ്രയുണ്ടല്ലോ. ഈ മുദ്ര ഉണ്ടല്ലോ എന്ന് അഹങ്കാരം എന്ന് വെച്ചാൽ ഇത് മനസ്സിലാവാത്ത രീതിയിൽ കാണിക്കാവുന്നൊരു തന്ത്രവും കഥകളിക്കാരുടെ കയ്യിലുണ്ട്. ഇത് കടകാണോ മുദ്രാഖ്യാണോ പിടിച്ചതെന്ന് മനസ്സിലാവില്ല. അങ്ങനെ അല്ലെങ്കിൽ സ്ഥാനത്ത് പിടിക്കാതിരിക്കുക. കുപ്പായത്തിൻ്റെ ഉള്ളിൽ മുദ്ര കാണിച്ചാൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല. ചില ഇതിൽ പറയുക എന്ന് കാണിക്കുമ്പോൾ നെറ്റ് കൊണ്ട് പറയും, ചിലർ വയറുകൊണ്ട് പറയും. ശരിക്കും പറയേണ്ടത് വായോണ്ടാണല്ലോ അല്ലേ. ആ സ്ഥാനത്ത് കാണിക്കില്ല എന്ന് ശഠിച്ചാൽ ഇത് പറയലാണെന്ന് ആർക്കും മനസ്സിലാവില്ല. അങ്ങനെ ഇതിൻ്റെ വ്യക്തത, ക്ലാരിറ്റി നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു വലിയ പ്രശ്നം നളചരിതത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും കഥകളി അനുഭവിക്കുന്നുണ്ട്. ഇനി ഉദാഹരണങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകൽ മാത്രമല്ല എൻ്റെ ലക്ഷ്യം. ഇതിൽ ഈ സബ് ടെക്സ്റ്റുകൾ ഉണ്ടാവുന്നല്ല ഉണ്ട്. എല്ലാ വരികൾക്കിടയിലും എന്തോ ഒന്ന് ഗുഹനീയം ആയിട്ടുണ്ട് എന്നുള്ളൊരു അന്വേഷണം കൂടി നമ്മൾ നടത്തുമ്പോൾ ഒരു മുദ്രയെ, ഒരു കേവലം 1-2 മുദ്രകൾ കൊണ്ട് കാണിക്കേണ്ട സംഭവത്തെ വികസിപ്പിച്ച് വിശാലമാക്കി എസ്സേ മട്ട്, ഷോർട്ട് ആൻസർ അല്ലാണ്ട് എസ്സേ പോലെ വിപുലപ്പെടുത്തി കാണിക്കുമ്പോൾ അതിന് ഈ ഉണ്ണായിവാര്യരുടെ രചനയ്ക്കുള്ള ഗാംഭീര്യം ആ പ്രയോഗത്തിനും കൂടി ഉണ്ടാവും. അങ്ങനെ ഇതിനെ അന്വേഷിക്കുന്ന ഒരു പ്രയോക്താവിനെ ഈ മുദ്രകൾ തൻ്റെ കയ്യിലുള്ള ആയുധത്തിൻ്റെ മൂർച്ചക്കുറവ് അല്ലെങ്കിൽ അതിൻ്റെ ശക്തിക്കുറവ് ബോധ്യപ്പെടുള്ളൂ. അങ്ങനെ ശ്രമിക്കാത്തവർക്ക് ഈ പറഞ്ഞ പോലെ കൊക്കിൻ്റെ ഉള്ളിലും ചിറകിൻ്റെ ഉള്ളിലൊക്കെ ഒളിച്ച് രക്ഷപ്പെടാം. ഇത് 2-ാം ദിവസത്തിലെ കാട്ടാളൻ്റെ പദത്തിലായാലും വ്യാഖ്യാന ഭേദങ്ങളെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ എന്താ, ആരിവൾ അവനിതലാമരീവര നാരി വപുഷിധൃത മാധുരി എന്ന് പാടുമ്പോൾ കാട്ടാളം നിന്നിങ്ങനെ ഡാൻസ് കളിച്ചാൽ മതി. കഥകളി നൃത്തം കൂടിയാണല്ലോ. ആരിവൾ അവനിതര, അപ്പം മറ്റേ എന്താ വേടന്മാരെ നൃത്തമൊക്കെ ചെയ്താൽ മതി. ആരിവൾ അവനിതലാമരീവര നാരിവ ഭുഷിധൃത മാധുരി. ഉണ്ണായിവാർ എഴുതി വെച്ച വരിയുടെ സൗന്ദര്യത്തെ അപ്പാടെ നിരാകരിക്കുന്ന തരത്തിലാവരുത് ഒരു പ്രയോക്താവിൻ്റെയും പ്രകടനം. അത് പ്രത്യേകിച്ച് ചില പദങ്ങളുടെ അവതരണം ഉണ്ണായിമാരുടെ അങ്ങനെ കുറെ കുസൃതി ചെയ്ത കൂട്ടത്തിൽ അത് കഥകളിക്കാരെ ഒഴിവാക്കി എന്നുവെച്ചാൽ നമുക്ക് പറ്റില്ല. നാരദനും പർവ്വതനും തമ്മിലൊരു സംഭാഷണം ഉണ്ട് 1-ാം ദിവസത്തിൽ.
നാരദ ഭവാനന്ദ ഭാവം ഇപ്പോൾ നാഗായ ഗമിക്കുന്ന ചോദ്യവും ഉത്തരവും ഓരോ വരിയായിട്ട് ഇതെന്താ ചെയ്യേണ്ടതെന്ന് കഥകളിക്കാർക്ക് നിശ്ചയില്ല. തിരനോട്ടത്തിൻ്റെ പരിപാടിക്ക് രമേശ് നമ്പീശന് നിർബന്ധം ഉണ്ടായിരുന്നു. ഉണ്ണായിവാർ എഴുതിയത് മുഴുവൻ നമ്മൾ കളിച്ചേ അടങ്ങുന്നു. ശാരദേശം പറഞ്ഞു നന്നല്ല കേട്ടോ രമേശ, ചിലതൊന്നും നന്നല്ല, കളിക്കാൻ നന്നല്ല, മുഴുവൻ കളിക്കണം തന്നെ. അങ്ങനെ ഈ നാരദനും പർവ്വതനുമായി. അപ്പോൾ അതിലൊരു വേഷം ഞാനായിരുന്നു. അപ്പം ശാരദേശൻ എന്ത് പറഞ്ഞു, ഇത് ഈ ചോദ്യം ഉത്തരം എന്നാകുമ്പോൾ എന്താണ് അരങ്ങിൽ ക്രിയ വേണ്ടതെന്നുള്ളത് ആലോചിച്ചപ്പോൾ ആശാൻ പറഞ്ഞൊരു വിദ്യ എന്ന് വെച്ചാൽ പദം ചൊല്ലിയാടാനുള്ള വേഷക്കാരൻ വലതുവശത്തേക്ക് കെട്ടിച്ചാടിയിട്ട് മുദ്ര കാണിക്കുക. നാരദ ഭവാനന്ദ ഭാവം ഇപ്പോൾ ചോദിക്കും നാരദൻ ഇടത്തു പുറത്താണെങ്കിൽ നാഗായ ഗമിക്കുന്ന എന്നുള്ളത് വലത്തോട്ട് കെട്ടിച്ചാടിയിട്ട് പിന്നെ ദേവലോകത്തേക്ക് പോകുന്നു എന്ന് കാണിക്കും. ഇങ്ങനെ അപ്പം അരങ്ങത്ത് വന്ന് കണ്ടപ്പോൾ എന്താ വെച്ചാൽ ഈ രണ്ട് മുനിവേഷങ്ങളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുക. അപ്പം ചില സംഗതികൾ നമുക്ക് വിഷ്വലൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്ത വിധത്തിൽ ഉണ്ണായിവരെ എഴുതി വെച്ചു. ഒന്നാം ദിവസത്തിൽ സരസ്വതിയുടെ പദം മുദ്ര കാണിക്കാതിരിക്കുക ഭേദം. എന്തൊക്കെയാ കാണിക്കണമെന്നറിയോ? അനുപ്രാസം അല്ലേ, ഉപമ ഒക്കെ ഇന്ന് കഥകളിക്കാർ മുദ്ര കാണിക്കുന്നുണ്ട്. അപ്പം ആ വാക്കിൻ്റെ ഒപ്പം ആ മുദ്ര കാണിച്ചാൽ ഒരിക്കൽ അനുരാഗത്തിന് വില കൽപ്പിക്കാത്തവനാണോ എന്നൊരു വരി ഒരു പുതിയ ആട്ടക്കഥയിൽ. അപ്പം വില എന്നുള്ളതിന് മുദ്രയില്ല. കഥകളിൽ സ്വർണം എന്ന് കാണിച്ചാൽ ഈ സ്വർണത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണല്ലോ ലോക സമ്പദ് വ്യവസ്ഥ മുഴുവൻ. അപ്പോൾ സ്വർണം എന്ന് കാണിച്ചാൽ മതി കഥകളിൽ. അത് പോരാ, വില എന്നുള്ളത് അനുരാഗത്തിനാണ് വില കൽപ്പിക്കാത്തത്. അപ്പം എന്തായി? അപ്പം ഒരു മുദ്ര ഉണ്ടായി. എന്നിട്ട് എന്ത് ഈ വില എന്നുള്ള വാക്കിൻ്റെ ഒപ്പം ആ മുദ്ര കാണിക്കുമ്പോൾ എന്തായി? അത് വിലയായി, അല്ലെങ്കിൽ വില ഇല്ലാതെയോ. അപ്പൊ ആ വാക്കിനൊപ്പം ചില മുദ്രകൾ കാണിച്ചാൽ രക്ഷപ്പെടാമെന്നുള്ള തന്ത്രം നളചരിതം പോലെ ഉള്ള കഥകളിൽ പ്രയോഗിക്കുമ്പോൾ ലേശം ആലോചിക്കുന്നത് നല്ലതാണ് എന്ന് തോന്നാറുണ്ട്. ഈ ഇങ്ങനെ ആചാര്യന്മാർ മോശക്കാരായിരുന്നുള്ള നിലയ്ക്കല്ല കേട്ടോ ഞാൻ പറയാം. ഈ എന്താണ് സ്വരത്തിനോടെ മാധുര്യം കേട്ടാൽ എന്നുള്ളതിന് മുമ്പുള്ള ആ സംഗതി ദമയന്തിയെ കൊണ്ട് മുദ്ര കാണിക്കുന്നില്ല. ദമയന്തി അവിടെ രംഗത്തേക്ക് വരണ്ടെന്ന് നിശ്ചയിച്ചു. അത് മുഴുവൻ സംസ്കൃതമായതുകൊണ്ടാണോ നമുക്ക് കാണിക്കാൻ വകുപ്പില്ല. നല്ല ഒരു ഈ മുരളീകൃഷ്ണനെ എപ്പോഴും ചോദിക്കണം, കഥകളിയിലെ തിയേറ്റർ എന്ന് എല്ലാവരും പറയണേക്കാം. എന്താണ് കഥകളിയിലെ തിയേറ്റർ എന്ന് അദ്ദേഹം ഇങ്ങനെ ചോദിക്കാറുണ്ട്. കഥകളിയിലെ തിയേറ്റർ എന്ന് പറയുന്നത് മലയാളം കഥകളിത്തം എന്ന് പറയാറില്ലേ? ഇപ്പം ഈ വങ്കത്തം, വഷളത്തം, വിഡ്ഢിത്തം ഒക്കെ പോലെ സാധനമാണല്ലോ ഈ കഥകളിത്തം. ഈ കഥകളിത്തം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന സാധനമാണ് കഥകളിയിലെ തിയേറ്റർ. വട്ടം വെച്ചും ചുഴിച്ചു ചാടിയും കെട്ടിച്ചാടിയും വെച്ച് ചവിട്ടിയും വലിഞ്ഞമർന്നും ഒക്കെ കാണിക്കുന്ന ആ അഭിനയ സങ്കേതം ചേർന്നതാണ് കഥകളിയിലെ തിയേറ്റർ. അത് കഥകളി കളിക്കുന്ന തിയേറ്റർ അല്ല എന്നർത്ഥം. അത് അരങ്ങ് ഭാഷയാണ്, രംഗഭാഷയാണ്. കഥകളിയുടെ രംഗഭാഷയാണ് കഥകളിയുടെ തിയേറ്റർ. അത് സൂക്ഷിക്കുക എന്നുള്ളത് ഒരു അഭിനേതാവിൻ്റെ ധർമ്മമാണ്. അതിൽ നിന്നുകൊണ്ട് വേണം ഏതൊരു കൃതിയെയും, നമ്മൾ ആട്ടക്കഥ എന്ന് നമ്മൾ പറയുന്ന ഏതൊരു കൃതിയെയും കഥകളിയായിട്ട് അവതരിപ്പിക്കാൻ. ഇത് നളചരിതത്തിൽ പലപ്പോഴും ഇല്ലാതെ പോകുന്നു. അങ്ങനെ മൂന്നാം ദിവസത്തിലേക്ക് എത്തുമ്പോഴേക്കും അത് കുറച്ചും കൂടി ഗഹനായി. ലോകപാലന്മാരെ ലളിത മധുരാണി അങ്ങനെയല്ല, ആ പദത്തിൽ എല്ലായിടത്തും സംഗതി പ്രശ്നമായി തുടങ്ങി. അതിൻ്റെ അടുത്ത ഘട്ടത്തിൽ അവിടെ അവിടങ്ങൾ, സങ്കടങ്ങൾ, അകമേ ദുഷ്ടമൃഗങ്ങൾ. അപ്പോൾ AR രാജരാജവർമ്മയുടെ വ്യാഖ്യാനാണ് കേമെന്ന് ഗുരുനാഥന്മാർ നിശ്ചയിച്ചു. ശിഷ്യന്മാർ പറഞ്ഞു അത് ശരിയാണ്, നമുക്ക് ഗുരുത്വം എന്ന് പറഞ്ഞാൽ വേണം. ഈ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. വേറൊരു കാര്യത്തിൽ അവർ ഗുരുക്കന്മാർ പറഞ്ഞത് അനുസരിക്കാറില്ല. അപ്പം എന്താ ഈ AR പറഞ്ഞാലും അപ്പം എന്നിട്ട് അവിടങ്ങൾ, സങ്കടങ്ങൾ, അകമേ ദുഷ്ട മൃഗങ്ങൾ, ഈ സംഗതിയെ അവിടങ്ങൾ എന്നുള്ളത് ഗുഹയാക്കി അതിനെ വ്യാഖ്യാനിച്ച് എന്താ ചെയ്യണമെന്ന് അവസാനം മനസ്സിലാവും. ഇപ്പോഴും ചില വെളുത്ത നടന്മാർ അങ്ങനെ കാണിക്കുന്നുണ്ട്, അവിടങ്ങളെ ഗുഹയായിട്ട്. പിന്നെ അവനെ ചെന്നായോ
ബന്ധുഭവനെ ചെന്നായോ. ഉണ്ണായി വാരി ഒരു വാക്ക് 2 പ്രാവശ്യം പ്രയോഗിച്ചിട്ട് 2 അർത്ഥമാവണം. അതിനെന്താ പറയാ? ശ്രേഷ്ഠന്നോ എന്താ മാഷെ പറയാ? അപ്പൊ ചെന്നായോ എന്ന് ഒരിക്കൽ ഉപയോഗിച്ച രണ്ടാമത് ചെന്നായ അത് അന്ന് ആദ്യത്തെ ചെന്നായാണ് തീരുമാനിച്ചു. അപ്പൊ അവനെ ചെന്നായോ, നിനക്ക് രക്ഷയായിട്ടുള്ളത് ചെന്നായയാണോ എന്ന് ഒരു ഇപ്പോഴും ഫോളോ ചെയ്യുന്ന അഭിനേതാക്കളുണ്ട്. അവനെ ചെന്നായോ, ബന്ധുഭവനെ ചെന്നായോ എന്ന് ചോദിച്ചു. എന്നിട്ട് പിന്നെ ഇതെങ്ങനെ കണക്ട് ചെയ്യേണ്ടത്? പിന്നെ അടുത്തത് നമ്മൾ യാതൊരു ബന്ധമില്ല. എന്ന് കാണുമ്പോൾ അല്ല എന്താ അടുത്ത എന്താ ഇതുമായിട്ട് ബന്ധമില്ല, പിന്നെ ഈ കാണിക്കുന്നതുമായിട്ട്. ഇങ്ങനെ വ്യാഖ്യാന ഭേദങ്ങൾ, വ്യാഖ്യാനം ഏത് ഉപയോഗിക്കുമ്പോഴും അതിൽ ക്ലാരിറ്റി വരുത്തി, അവനവന് ക്ലാരിറ്റി വരുത്തിയിട്ട് വേണ്ടേ, അവനവന് ബോധ്യപ്പെട്ടിട്ട് വേണ്ടേ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ. അങ്ങനെ ഒരു ശ്രമം വളരെ ശക്തമായി കഥകളിയിൽ ഉണ്ടാകണം എന്നാണ് തോന്നുന്നത്. ഇങ്ങനെ 3-ാം ദിവസത്തില് കാദ്രവേകുലതിലക കേമായിട്ടുള്ള പദമാണ്. ചൊല്ലിയാട്ടത്തിൻ്റെ ഭംഗി കൊണ്ടും രാഗാലാപന അതിൻ്റെ രാഗം കൊണ്ടുമൊക്കെ കേമായിട്ടുള്ള പദമാണ്. അതില് കാദ്രവേകുലതിലക മാമക ദശകളെയെല്ലാം മനസ്സുകൊണ്ട് നീ താൻ ഭീമതാം വരെ കടിച്ചു ദേഹം മറച്ചുപോയി മറ്റൊന്നായി, രൂപമെല്ലാം വേറെ ഒന്നായി കേൾക്കണമേ നാമധേയം. ഇത് പദം മുറിക്കണം മുഴുവൻ അപകടമായിട്ടാണ്. അത് പാട്ടുകാരോട് പറഞ്ഞപ്പോൾ അവര് ഹരീഷ് ഒരിക്കൽ പാടി കേൾപ്പിച്ചു. അരങ്ങത്ത് ഇങ്ങനെ പാടാറായിട്ടില്ലേ പറഞ്ഞു. അത് ഏതെങ്കിലും തലമുറ മാറ്റം വരുത്തുമായിരിക്കും. ഇത് പദം മുറിച്ച് ഇപ്പൊ ആചാര്യന്മാരും മുറിച്ചു വെച്ച് തന്നെ ധീമതാം വര കടിച്ചു ദേഹം എന്ന് മുറിച്ചു, മറച്ചുപോയി മറ്റൊന്നായി അവിടെ മുറിച്ചു, രൂപമെല്ലാം വേറെ ഒന്നായി. ഇത് ശരിക്ക് ധീമതാം വര കടിച്ചു ദേഹം മറച്ചുപോയി അങ്ങനെ മുറിക്കണമായിരുന്നു. മറ്റൊന്നായി രൂപമെല്ലാം വേറെ ഒന്നായി കേൾക്കണമേ നാമധേയം. ഇത് ഇങ്ങനെ മുറിച്ച് പാടുമ്പോൾ അവിടെ വേഷക്കാരൻ അതിലേറെ കഷ്ടത്തിലായി. ഏത് ഏതിനുമായിട്ട് ബന്ധിപ്പിക്കണം എന്നറിയാതെ. അപ്പൊ ഈ അർത്ഥം നളചരിത ആട്ടക്കഥയുടെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ നിന്ന് ഈ സംഗതി മാറിപ്പോകുന്നു. അതിന് വേഷം നടൻ അഭിനേതാക്കൾ മാത്രമല്ല മറ്റ് ഗായകരും കൂടി ഇതിൽ മനസ്സിരുത്തിയാലേ അതിന് കൃത്യമായുള്ള അർത്ഥം വ്യക്തമാക്കപ്പെടുള്ളൂ. കേൾക്കണമേ നാമധേയം എന്നുള്ളതിനെ കേട്ടാലും എന്ന് കാണിക്കുന്ന ബാഹുമാരെ ഇപ്പോൾ കാണാനുണ്ട്. കേൾക്കണമേ നാമഹിക്കുന്നു, കേട്ടാൽ തിരക്കേടില്ല, അല്ലെങ്കിൽ പറഞ്ഞാൽ തിരക്കേടില്ല എന്ന് കാണിച്ചാൽ ഓക്കെ. നേരത്തെ പറഞ്ഞില്ലേ, കേൾ എന്ന് പറഞ്ഞാൽ 2 വട്ടം ആലോചിക്കണം. ഉണ്ണായവര് കേൾ എന്ന് പറഞ്ഞാൽ കേൾക്കുകയാണോ പറയുകയാണോ എന്ന് ആദ്യം ഒന്നും കൂടി ആലോചിക്കണം. അപ്പൊ കേൾക്കണമേ എന്നുള്ള കേട്ടാലും എന്ന് കാണിച്ചാൽ അത് പിന്നെ പിൻപറ്റിയാലോ. കേൾക്കണമേ ശരി, കേട്ടതോ കേൾക്കണമേ, കേൾക്കണമേ ഒന്ന് അതേ വേണ്ടു. അങ്ങനെ കുറെ സംഗതികള് ഇതിൽ വന്നു ഭവിച്ചിട്ടുണ്ട്. കാർക്കോടകന്റെ കാര്യം അതിലൊക്കെ കഷ്ടം. അത് കേട്ടോ വല്ല നീർക്കോലിട്ടേന്ന് തോന്നുന്നു പാവം. അങ്ങോട്ട് പറയണ മറുപടി പദത്തിലൊക്കെ കാദ്രവേകുലതില എന്നൊക്കെ പറഞ്ഞാൽ ഈ വേഷം കെട്ടുന്നത് ജൂനിയർ ആർട്ടിസ്റ്റ് ആവും. അപ്പോൾ ഓനെങ്ങനെ തീയിന്ന് രക്ഷിച്ചിട്ട് എരുതിയിൽ നിന്ന് വറചട്ടിയിലേക്കാണ് പിടിച്ചിടുക. സ്വസ്ഥമായിട്ട് അവിടെ തീയിൽ നിൽക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ബാഹു പിടിക്കുന്നതിനോട് കൂടിയിട്ട് ഇപ്പം വറചട്ടിയിൽ വീണ പോലെ ഇപ്പം വേഗം കളിച്ച് നിൽക്കണം. പൊന്നാനി ചിങ്ങടിക്ക് മുദ്ര കാണിച്ചോണം. കാരണം അപ്പുറത്ത് നിൽക്കണ അവിടെ കഥാപാത്രമല്ല, അപ്പുറത്ത് നിൽക്കണ ആചാര്യനാണ് പ്രശ്നം. അപ്പം എന്തായി? അപ്പം ഇത് പൊന്നാനി ചിങ്ങടിക്ക് മുദ്ര കാണിക്കണം. എന്താ കാണിക്കണേന്ന് കാർക്കോടകനും അറിയില്ല, കാണുന്നവർക്കും അറിയില്ല, പാടുന്നവർക്കും മനസ്സിലാവില്ല. എന്നിട്ട് ഈ പോമിണ്ടൽ അതുമൂലമായി വൈകാതെ പോമിണ്ടലതുമൂലമായി വൈകാതെ കണ്ടു പാടും. പോമിണ്ടലതുമൂലമായി വൈകാതെ കണ്ടു
പിന്നെ ഭവിതാവേ. എന്നിട്ട് ഈ വൈകാതെ കണ്ടു എന്ന് പാടാതെ പൊമിണ്ടലതുമൂലമായി വൈകിടാതെ എന്ന് പാടുന്നു. കണ്ടു ഭവിതാവേ. വൈകാതെ കണ്ടു എന്ന് ചേർത്ത് വെക്കണ്ടെന്നറിയാം. അപ്പൊ കണ്ടു എന്ന് കേട്ടാൽ ഒന്ന് കാണിക്കും. ആര് ഇത് കേട്ട അപ്പം നമ്മൾ കാണിക്കും. സന്താനോപാലത്തിന് പതിവുണ്ട്. ഈ ഇങ്ങനെ അനവധി പറയുമ്പോൾ കുറേ ഇത് നിങ്ങളൊന്ന് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇങ്ങനെ കുറേ സംഗതികൾ മൂന്നാം ദിവസത്തിൽ വിജനേപത നേരത്തെ പറഞ്ഞില്ലേ, ഈ കിടന്നുകൊണ്ടുള്ള പദമായാലും മറ്റേ കഥകളിയുടെ ഊർജ്ജം ഉണ്ടാവുന്നൊക്കെ. മഹതി വിപിനെ ഞാൻ ഈയിടെ കണ്ട 1, 2, 3 മൂന്നാം ദിവസങ്ങളിൽ ഇങ്ങനെ കാണിക്കുന്നു. മഹതി വിപിനെ എന്നുള്ളതിന്, മഹതി എന്നുള്ളതിന് യോഗ്യ എന്നൊരു സംബോധനയും. എന്തായി അപ്പം അർത്ഥം? ഞാൻ മുദ്രാ ക്ലാസ് നിർത്തി, വേറെ നിവൃത്തിയില്ല. ഇതിലൊക്കെ നമ്മൾ സമാധാനം പറയേണ്ടി വരും. ഇവര് വിളിക്കും, ഇവരിങ്ങനെ. ഇപ്പൊ ഒരു അരങ്ങെന്ന് പറഞ്ഞാൽ 100 പ്രാവശ്യം ആൾക്കാർ കാണും. പണ്ടൊക്കെ ഇതൊന്നും കണ്ട ആൾക്കാർ മറക്കും, അടുത്ത അരങ്ങാൻ പോയി. ഇതിപ്പോ അന്നല്ല കാണുക. പിന്നെ ഞാൻ ഒന്ന് വിസ്തരിച്ച് കാണട്ടെ എന്നിട്ട് ഞാൻ ബാക്കി പറയാന്നാ. ആ സ്പോണ്ടേനിയസ് ആയിട്ട് സ്പോട്ടിൽ നമ്മളെന്തെങ്കിലും അറിയാതെ കാണിച്ചു പോയിട്ടുണ്ടാവും. ഞാൻ സ്വസ്ഥമായിട്ട്, ഇയാൾ പിന്നെ ഇല്ലത്തിരുന്നിട്ട് സ്വസ്ഥമായിട്ട് വലിയ സ്ക്രീനിൽ ബാക്കൊക്കെ അടിച്ച് അങ്ങനെയൊക്കെ കണ്ടിട്ട് പിന്നെ വിമർശിക്കും. അപ്പം നമ്മൾ അനങ്ങിയാൽ ബുദ്ധിമുട്ടായി. ഈ കാലത്ത് നിന്നിട്ടാണ് നമ്മൾ ഇത്രയൊക്കെ അബദ്ധം കാണിക്കുന്നത്. അപ്പോൾ മഹതി വിപിനെ, അത് വിപിനത്തിൻ്റെ വിശേഷണമാണ്. ഘോരമായ വിപിനം. അത് മഹതി എന്നുള്ളത് ഒരർത്ഥം അത് എവിടുന്ന് കിട്ടിയെന്ന് മനസ്സിലാവില്ല. ഇങ്ങനെ ഇത് ചൂണ്ടിക്കാണിക്കപ്പെടാത്തിടത്തോളം കാലം ഇതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനൊരു അവസരത്തിൽ ഋതുപർണധരണിപാലയില് ഭുജദണ്ഡ, എന്താണ് ഇത് മുഴുവൻ ഓർമ്മയില്ല, അതിചണ്ഡ രിപുഷണ്ഡ ഗളകണ്ഠന പണ്ഡിത ഭുജദണ്ഡ ഖലദണ്ഡധര മണ്ഡിത ഭൂഖണ്ഡ. ഇതെന്തൊക്കെയാ കാണിക്കാന്ന് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഇപ്പം എന്തൊക്കെയാ കാണിച്ചുകൊണ്ടിരിക്കണെന്ന് ഞാൻ പറഞ്ഞത്. ഗോപിയാശാൻ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെങ്കിലും കാണിച്ചു തന്നേ. നിങ്ങൾ അന്വയിക്കൊന്നും വേണ്ട. ഇതിൽ അദ്ദേഹം എഴുതി വെച്ച മുദ്ര ആ താളത്തിൽ കാണിച്ചാൽ മതി. ഇവിടെ അതിചണ്ഡന്മാരായ രിപുഷണ്ഡത്തിന്റെ ഗളഖണ്ഡനത്തിൽ പണ്ഡിതനായ, അല്ലേ, ഭുജദണ്ഡ പണ്ഡിതമായ ഭുജദണ്ഡത്തോടു കൂടിയ ഖലദണ്ഡതര, ഖലന്മാരെ നശിപ്പിക്കുന്നവനായ, ഭൂതലം മുഴുവൻ ശോഭിക്കുന്നവനായവനെ എന്നുള്ള വിശേഷണമൊക്കെ വിട്ടോളൂ. പക്ഷേ ഇതിന് എന്താണ് കാണിക്കാറ്? കുറെ ഉണ്ടാന്നുള്ള അക്ഷരമുള്ളത് ഇങ്ങനെ നമ്മളെയൊക്കെ ഉണ്ടന്മാരാക്കാൻ പാടില്ലല്ലോ. അവിടെ എന്തെങ്കിലും ഇത്. അപ്പോൾ ചില കാര്യങ്ങളിലെങ്കിലും പ്രയോക്താക്കൾ, പ്രത്യേകിച്ച് വേഷക്കാര്, മനസ്സിരുത്തേണ്ട കാലം നളചരിതത്തിന്റെ അവതരണത്തിന്റെ കാര്യത്തിലെങ്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. 4-ാം ദിവസത്തിലേക്ക് വന്നാൽ എല്ലാ ദിവസത്തിലും ഇതൊന്നും അല്ലാട്ടോ, ഇനി കുറേ ഉണ്ട്. ഞാൻ കുറേ നോട്ട് ചെയ്തിട്ടുണ്ട്. മുഴുവൻ പറഞ്ഞ് നിങ്ങളിങ്ങനെ ഇതാക്കുന്നില്ല. ഇനി നിങ്ങൾ തന്നെ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ 4-ാം ദിവസത്തിലേക്ക് വരുമ്പോഴേക്കും ശ്യാമാ ശശനും രചനയാണ് അതിൻ്റെ ടോപ്പ് മോസ്റ്റ് സാധനം. ഇതെന്താ സംഗതി എന്ന് വ്യാഖ്യാന ഭേദങ്ങളുണ്ടാവാം. അവനോൻ്റെ ഒരു വ്യാഖ്യാനം ഉണ്ടാക്കിയാൽ മതി എന്നാണ് ഞാൻ പറയണത്. അപ്പോഴും നമുക്ക് എന്താ വായിച്ചിട്ട് മനസ്സിലായത് അത് കാണിച്ചാൽ മതി. അപ്പോൾ ഇപ്പം എന്താ വെച്ചാൽ ഇങ്ങനെ കാണിച്ചാൽ കഴിഞ്ഞു എന്നാണ്. ഞാൻ പാട്ടുകാരോട് ചോദിച്ചു, നിങ്ങളിത് എങ്ങനെയാണ് മനസ്സിലാക്കുക? ഇത് ഏതാ അന്വയം? ഞങ്ങൾക്ക് അന്വയമൊന്നും വിഷയമില്ല, ഇത് കാണിച്ചാൽ അടുത്തത് പാടും. ശ്യാമാ ശശനും രചന ആദ്യം തന്നെ തന്നെ കാണിച്ചാൽ അവരടുത്തത് പാടും. അതാണ് പ്രശ്നം. അപ്പോ ഇത് എന്താണ് അവിടെ ഉണ്ണായിമാര് കൽപ്പിച്ച ബിംബം എന്താണ് എന്ന് പല വ്യാഖ്യാനങ്ങളിലൂടെ നമ്മളൊന്ന് പോയി. ഇതൊന്നും വേണ്ട, ഗോപിയാശാൻ എഴുതി പുസ്തകത്തിൽ ആശാൻ പറഞ്ഞിരിക്കുന്ന മുദ്ര അത് കാണിച്ചാലെങ്കിലും മതി. അപ്പൊ ഇതുമല്ല. അപ്പൊ ഇത് ഗോപിയാശാന്റെ പുസ്തകം വായിച്ചിട്ട് കാന്താരതാരകം വായിക്കും, അത് കഴിഞ്ഞ് MS ശാസ്ത്രികളെ വായിക്കും. അപ്പൊ ഇല്ലത്തുനിന്ന് പുറപ്പെട്ടു, അവിടേക്കോട്ട് എത്തിയിട്ടില്ല. എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ കിടന്നിട്ട് ഇങ്ങനെ വിരകിയിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കും. അവസാനം ഇതുണ്ടാവും.
അതുകൊണ്ടെന്താ സമാധാനമായി. ഇപ്പോൾ എല്ലായിടത്തും 4-ാം ദിവസം വേഷം കെട്ടിൽ നിന്ന് പതുക്കെ പിൻവാങ്ങിയപ്പോൾ സ്ഥിരമായിട്ടുള്ള ചോദ്യമാണ്, ബാഹുവിനും കിട്ടിയാലും ദമയന്തി സ്ഥിരബോധം വേണോ, സ്ഥിരബോധം വേണോ? ഇതുവരെ അത് ഉണ്ടായിരുന്നില്ല എന്നല്ലേ അപ്പം എൻ്റെ അർത്ഥം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഉണ്ടെന്ന് പറയും. അപ്പോൾ അതിൽ സ്ഥിരബോധം മാഞ്ഞു നിന്നോട് അപരാധം ഭൂരി ചെയ്തൻ, അവരോധം ഭൂമിപാനാം അവിരോധമായം. ഈ അവരോധം ഭൂമിപാനാം അവരോധമായം ആകെ പ്രശ്നം, അവിടെ ആകമായ. അപ്പം നമുക്ക് മനസ്സിലായ അവരോധം ഭൂമിപാനാം അവിരോധമായം എന്ന് നമുക്ക് മനസ്സിലായ അർത്ഥം മുദ്രയാക്കി കാണിച്ചാൽ മതി. അതല്ല ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ കാന്താരധാര കൊടുക്കും, വേറെ 2-3 വ്യാഖ്യാനങ്ങൾ എടുക്കും. ഒന്നുകിൽ ആചാര്യന്മാർ പറഞ്ഞു തന്ന ഈ വഴി ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യാഖ്യാന ഭേദം വായിച്ചിട്ട് അത് പിന്തുടരുക. ദേശമംഗലത്തെ രാമകുമാരുടെ വ്യാഖ്യാനം വായിച്ചാൽ, ഞാൻ ഇപ്പോൾ പ്രദീപനെ ചൂണ്ടിക്കാണിക്കാൻ അവിടെ കോട്ടയ്ക്കൽ കുറച്ചൊന്നും അത് ഫോളോ ചെയ്യുന്നു. അദ്ദേഹം ഇത് ഞാൻ ഊഹിച്ചതാണെന്നൊന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. കുസുമ സൗരഭം നാസാ കുഹര സന്നിഭം. അങ്ങനൊന്നൊരു ബിംബകൽപ്പന ഒന്നും ഉണ്ണായിവാര് ചെയ്യില്ല. അത് ഉണ്ണായിവാര് ശരസന്നിഭം എന്ന് എഴുതിയിട്ടുണ്ടാവുക. കുസുമ സൗരഭം നാസാ കുഹര ശരസന്നിഭം. ഈ മൂക്കിൻ്റെ ഉള്ളിലേക്ക് അസ്ത്രം തറച്ച പോലെ എന്നാണ്, അതാണ് വ്യാഖ്യാനം. അല്ലാണ്ട് പോത്തും ചേറും കുളം കലക്കലൊന്നും വേണ്ട എന്നാണ് ദേശമംഗലത്ത് രാമവാര് എഴുതി. അത് ഫോളോ ചെയ്യാച്ചാൽ ഞാൻ 1-2 അരങ്ങളിൽ ഞാൻ അത് ഫോളോ ചെയ്തു. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവാത്തതുകൊണ്ട് പിന്നെ ഞാനത് വേണ്ട വെച്ചു. പാട്ടുകാരോട് ഞാൻ പറയും, അവർ സരസൈരിഭം എന്ന് പാടുക, ഞാൻ ശരസന്നിഭം എന്ന് കാണിക്കുക വെച്ചാൽ ഒന്നുകിൽ ആൾക്ക് നിശ്ചല്ലിയാൽ എനിക്ക് നിശ്ചല്യാന്നാവില്ലേ. അപ്പോൾ അവരോട് പറയും, ചില പാട്ടുകാരനുസരിക്കും, ചിലർ പറയാമെന്ന് പറ്റില്ല, ഞങ്ങൾ പഠിച്ചേ പാടുള്ളൂ, നമ്പീശനാശം പഠിപ്പിച്ചേ പാടുള്ളൂ പറഞ്ഞ് നിർത്തിയില്ല. അപ്പം ശരസന്നിഭം എന്ന് പാടിയാൽ നമ്മൾ എന്ത് ചെയ്യണം? ശരസന്നിഭം എന്ന് കാണിക്കാം. ഇത് അവിടെയും നമുക്കാണ് വ്യക്തത വേണ്ടത്. എന്താണ് കാണിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള ബോധം നമുക്കുണ്ടായാൽ കുറച്ച് കാര്യങ്ങൾക്ക് എളുപ്പമുണ്ട്. ഈ ഘോരവിപിനം എന്നാൽ എഴുപാരിതാകിൽ നഗരം. ഘോരവിപിനം എൻ ആൾ എഴും പാർ. നോക്കൂ, എൻ്റെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലം ഘോരവിപിനം, ഇതാകിൽ നഗരം. ഒരു വ്യാഖ്യാനമുണ്ട്. ഞാനിപ്പോൾ എന്താ ചെയ്യാച്ചാൽ ഇരട്ടി എടുക്കുമ്പോൾ ഇത് കാണിക്കും. അപ്പം പിന്നെ ആരെയും ശല്യപ്പെടുത്തില്ല, ഒരു പ്രാവശ്യം അവർ പാടുള്ളൂ. ഘോരവിപിനം, എനിക്ക് ആ വ്യാഖ്യാനം ഇഷ്ടമായി. പക്ഷെ ഇവിടെ കാണിച്ചാൽ ഘോരവിപിനം എന്നാൽ എഴുപാർന്ന് കാണിച്ചിട്ട് ഇരട്ടിയുടെ സമയത്ത് ഘോരവിപിനം എൻ ആൾ എഴും പാർ, എൻ്റെ ബന്ധുക്കൾ താമസിക്കുന്ന അവിടമാണ് ഘോരവിപിനം എന്ന് കാണിക്കാം. അവിടെ നമുക്ക് വ്യക്തത വേണം കേട്ടോ. നമ്മൾ എന്താ കാണിക്കുന്നതെന്ന് ഒരാൾ ചോദിച്ചാൽ നമുക്ക് വ്യക്തത വേണം. അവരോധം ഭൂമിപാനാം അവിരോധമായം. അവിടെ രാജാക്കന്മാരുടെ അന്തഃപുരത്തില് മായം കടക്കാൻ തടസ്സമില്ല എന്ന് കാണിച്ചാൽ സംഗതി അർത്ഥം വ്യക്തം. അവരോധം ഭൂമിപാനാം അവിരോധമായം, മായം കടക്കാൻ വിരോധമില്ല, മായം കടക്കും എന്ന് അത് നമുക്ക് എന്താണ് അർത്ഥം എന്ന് ബോധ്യപ്പെട്ട് നമ്മൾ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പാടുമ്പോൾ ആണ് ഇതിൻ്റെ ഫലമുണ്ടാകുന്നത്. ഇങ്ങനെ നളചരിതത്തെ കഥകളിക്കാർ സമീപിക്കുന്നതിൽ കുറച്ചുകൂടി ഗൗരവമുണ്ടാവുകയും അതിൽ വ്യക്തത വരികയും വേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അത് നമ്മൾ ഉണ്ണായിവാരരോട് ചെയ്യുന്ന ഒരു നീതിയാണ്, അല്ലെങ്കിൽ നീതികേടായിപ്പോയി. അപ്പം ആ കാര്യത്തിൽ നിങ്ങളുടെ എല്ലാം ശ്രദ്ധ പതിയാൻ വേണ്ടി ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഏതായാലും ഡോക്ടർ KN പിഷാരി സ്മാരക കഥകളി ക്ലബിൻ്റെ 50ാം വാർഷികം എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ണായിവാരിൽ ഊന്നി നിന്നുകൊണ്ട് ഇത്രയും വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ച സംഘാടകരോടുള്ള കൃതജ്ഞത അറിയിക്കുന്നു. ഒപ്പം ഈ വിഷയത്തിൽ കൂടുതൽ ചിന്തയും കൂടുതൽ പ്രയോഗ സാധ്യതയും പ്രയോക്താക്കളും അംഗീകരിക്കും എന്നും പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി. എന്തായാലും ഈ ഒരു വിഷയം
കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് തുടർന്നുള്ള ചർച്ച വരുന്നതെങ്കിലും ഈ ഒരു പ്രഭാഷണത്തെ അനുബന്ധമായിട്ട് 2 വാക്ക് പറയാനായിട്ട് മുരളി മാഷെന്ന്. ഇപ്പം പീശപ്പള്ളി രാജീവ് അവർകൾ സംസാരിച്ചത് മുഴുവൻ തന്നെ വേഷക്കാരെ ചൂണ്ടിയും അദ്ദേഹത്തിൻ്റെ ഒരുപാട് പരിചയക്കാരായിട്ടുള്ള വേഷക്കാർ ഇവിടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ ഗോപിയാശാൻ്റെ കാര്യം ആവർത്തിച്ച് പറയുകയും ചെയ്തു. ഈ പുസ്തകം ഇറങ്ങുന്നതിന് കുറച്ച് നാൾ മുമ്പായിട്ട് ഒരവസരത്തിൽ ആശാനുമായിട്ട് സംസാരിക്കേണ്ട ഒരു ഇട വന്നു. കൂടെ അരുൺവാരും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവരോടും ആശാൻ നളചരിതം ചൊല്ലിയടിക്കുക എന്നുള്ള ഭാഷ വിട്ടിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയ ആൾക്കാരിൽ ഇവിടെ തന്നെ ഇപ്പോൾ നീരജും ആയുധനൊക്കെ ഉണ്ട്. അവരോടും അന്നും ആശാൻ സൂചിപ്പിച്ച കാര്യം പിന്നെ ഞങ്ങളോട് സംസാരിച്ചത് രണ്ടായിട്ട് പറയട്ടെ. അതായത് വാക്കിന് മുദ്ര കാണിക്കുക എന്നത് കഥകളിയുടെ ഒരു വഴിയാണ്. പണ്ട് കാലത്തെ അതിന് സാധ്യമല്ലാത്ത ഒന്നാണ് നളചരിതമെന്ന് ബോധ്യമായപ്പോഴാണ് ചൊല്ലിയാട്ട ലിസ്റ്റിൽ നിന്ന് നളചരിതം പുറത്തായത്. പിന്നെ അകത്താക്കാൻ നോക്കണ കാലത്ത് വാക്കിന് മുദ്ര കാണിക്കാൻ തന്നെ പുറപ്പെടുന്നത് വേറൊരു മണ്ടത്തര. അപ്പോൾ ഇപ്പോൾ പീശപ്പള്ളി രാജീവൻ സൂചിപ്പിച്ച മാതിരി ആശയത്തിന് സമാനമായി മുദ്ര കാണിക്കാൻ ഇവരോട് നിർദ്ദേശിച്ചതായിട്ട് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞത് ഓർമ്മയുണ്ട്. അദ്ദേഹം അത് പറഞ്ഞു വയ്ക്കുകയും എന്നാൽ പുസ്തകത്തിൽ അങ്ങനെ ആശയത്തിന് മുദ്ര പുള്ളി ഉണ്ടാക്കിയിട്ടുമില്ല. ഇതിന് മിനിമം കാണിക്കേണ്ട മുദ്രകളുടെ ഒരു മാല ഉണ്ടാക്കി വെച്ചാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞുണ്ടാക്കിയ അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടണേ. അപ്പം ഇനി ഇതിൽ വരുത്താവുന്ന പരിഷ്കാരം എന്തെന്നുള്ളത് പീശപ്പള്ളിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഈ കവിതയെ മുദ്രയാക്കുന്നത് എങ്ങനെ? വാക്കിനെ മുദ്രയാക്കുന്ന കഥകളിയുടെ വിദ്യ മുൻപുള്ള സർവ്വകഥകളിലും ആ വാക്കുകൊണ്ട് തന്നെ 90% വിശേഷണങ്ങളാണ്. ഒരു 10% ക്രിയാപദമുള്ളൂ ഇതിൽ. ഈ വിശേഷണങ്ങളൊക്കെ തന്നെ ഇത്രയും ഗൗരവമുള്ളതോ അല്ലെങ്കിൽ സാഹിത്യപരമായി ഈ മുദ്രയ്ക്ക് പാകത്തിനാക്കാൻ അപകടമുള്ളതോ അല്ല ബാക്കി കഥകളിൽ. അപൂർവം ചിലതുണ്ടാവാം. അപ്പം ഇവിടെ ഇനി നമുക്ക് ചെയ്യാവുന്നത് എന്ത്? ഈ വ്യാഖ്യാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയോ അല്ലെങ്കിൽ ടെക്സ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയോ ആശയത്തിന് മുദ്രയുണ്ടാക്കുന്നൊരു ജോലി ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. ഇപ്പോഴും ഈ അപകടമുള്ളത് ഇപ്പോൾ മുദ്ര മിനിമം കാണിക്കാൻ എഴുതി വച്ചിട്ടുണ്ടെങ്കിലും നേരത്തെ രാജീവ് പറഞ്ഞത് ഏതെങ്കിലും ഒന്നെങ്കിലും പാലിക്കേ ഒരു നിവൃത്തി ഉണ്ടാവട്ടെ എന്നാ പറഞ്ഞ്. പക്ഷേ അത്രയും കൂടി സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ പറയണേ. അതുമല്ല, ഇത് രണ്ടാമതൊന്ന് ക്രമത്തിലാക്കാനുള്ള വശമുണ്ടാവണം. ആ ക്രമത്തിലാക്കുന്നതിൽ ഒരു സംശയമില്ല. എങ്ങനെയാണ് ഒരു കവിതയ്ക്ക് മുദ്ര പാകത്തിനാക്കുക? ഒരുപാട് വലിപ്പമുള്ള വിശേഷണങ്ങൾ, ഇപ്പം നേരത്തെ ശത്രുവിനെ കൊല്ലണയില്ല നിപുണൻ എന്നൊക്കെയുള്ള വാക്കുകൾക്ക് ലളിതമായി ആശയം വരാവുന്ന മുദ്രകൾ ഉണ്ടാക്കേണ്ട കുറേ ഭാഗങ്ങളുണ്ട്. അതുണ്ടാക്കുക ഒന്നത്. പിന്നെ ഇപ്പം അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായ കാര്യം, നളചരിതം അവതരിപ്പിക്കാൻ അവസരം കിട്ടുന്ന വേഷക്കാരൻ അരങ്ങത്ത് പോണതിന് മുൻപ് സാധാരണ ഏതെങ്കിലും കഥയ്ക്ക് പോണ മാതിരി പോയാൽ പോരാ എന്നുള്ളത് വ്യക്തം. എങ്ങനെയൊക്കെ പറ്റുമോ അങ്ങനെയൊക്കെ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം പോവാൻ. ഞാനിന്ന് എന്ത് കാണിക്കും, എനിക്ക് എന്ത് മനസ്സിലായി എന്നതും കണ്ടുപരിചയമുള്ളതിലും ഉള്ളത് ഇവിടെ സൂട്ടാവുമോ എൻ്റെ വഴിയിൽ നിന്നുള്ളതും ഒക്കെ ആലോചിക്കേണ്ട ഒരു സമയമാണ്. വളരെ വ്യക്തമായ ഒരു അപകടങ്ങളുടെ ലിസ്റ്റ് തന്നെ ഇപ്പം നമ്മുടെ മുമ്പിൽ അദ്ദേഹം വച്ചുണ്ട്. ശേഷിക്കുന്നത് ഇനി പ്രയോക്താക്കൾ ഇവിടെ ഉണ്ട്, അവർ ഇതിനെ ബാക്കി പൂരിപ്പിക്കട്ടെ. ഗോപിയാശാൻ പറഞ്ഞ് ഈ ഒരൊറ്റ കാര്യം ഇവിടെ പറയണു, ആശയത്തിന് മുദ്ര ഉണ്ടാക്കേണ്ട സമയം ആയി.